السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فأوصيكم وإياي بتقوى الله. സത്യവിശ്വാസികളെ, ഷാബാൻ 15-ാം രാവിന് വല്ല പ്രത്യേകതയും ഇസ്ലാമിലുണ്ടോ? നമുക്കൊന്ന് നോക്കാം. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ മുസ്നദിൽ 6642 നമ്പറായും, ഇമാമുന തുർമുദി റളിയല്ലാഹു തആല അൻഹു സുനനിൽ 7739 നമ്പറായും, ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു മാജ റളിയല്ലാഹു അൻഹു 1388 നമ്പറായും, ബഹുമാനപ്പെട്ട ഇമാമുന സുയൂത്തി റളിയല്ലാഹു തആല അൻഹു അൽ ജാമിഉ സഗീർ 1942 നമ്പറായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ ഫഖത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാതലയില, എൻ്റെ വിരിപ്പിൽ നിന്നൊരു രാത്രി ബഹുമാനപ്പെട്ട നബിയെ കാണാതെയായി. ഞാൻ നോക്കിയപ്പോൾ ഫൈദാഹു ബിൽ ബഖിയ റാഫിയൻ റഅസ, ആകാശത്തേക്ക് തല ഉയർത്തി ജന്നത്തുൽ ബഖിയയിൽ ബഖിയുൽ ഖർഖദ് ശ്മശാനത്തിൽ ആകാശത്തേക്ക് കൈ ഉയർത്തി ദുആ ചെയ്യുന്നതായി ഞാൻ കണ്ടു എന്ന് പറയുന്നൊരു ഹദീസുണ്ട്. അന്ന് ആയിഷ ബീബിയോട് ബഹുമാനപ്പെട്ട മുത്തറസൂല രാത്രി പറഞ്ഞതാണ്, ഇന്നല്ലാഹ തആല യൻസിലു ലൈലത്തൽ നിസ്ഫി മിൻ ശഅബാന ഇലസ് സമാഇ ദുനിയാ ഫയഗ്ഫിറു ലിയക്സറ മിൻ അദദി ശഅരി ഗനമി കൽബ്. ആയിഷ, ഷഅബാന്റെ 15-ാം രാവാണിന്ന്. ഇന്ന് അല്ലാഹു തആല വലിയ മഗ്ഫിറത്ത് നൽകുന്ന ദിവസമാണ്. ഇന്ന് രാത്രി പല ആളുകൾക്കും വളരെയേറെ കലബ് കബീലക്കാർ ആടിനെ വളർത്തുന്ന വലിയ ഒരു ഗോത്രമാണ്. അവരുടെ ആട്ടിൻകൂട്ടങ്ങളിലുള്ള ഏറ്റവും അധികം രോമങ്ങൾ എത്രയാണോ അതിലേറെ ആളുകൾക്ക് മാപ്പ് നൽകുന്ന മാസമാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നതായി അഹമ്മദ് 2176 പേജിൽ ഉദ്ധരിക്കുന്നു. അഹമ്മദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇന്നല്ലാഹ തആല യത്വലിയു ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ വയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രിക്കിൻ ഔ മുശാഹിനിൻ. ചില ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവർക്കൊന്നും അല്ലാഹു തആല പുറത്തു കൊടുക്കൂല. വെറുതെ വിദ്വേഷം വെക്കുന്നവർ, സിഹറുമായി ബന്ധപ്പെടുന്നവർ, മാരണങ്ങളുമായി ബന്ധപ്പെടുന്നവർ, ലഹരിയുമായി ബന്ധപ്പെടുന്നവർ, മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നവർ, സിനയുമായി ബന്ധപ്പെടുന്നവർ, ഇത്തരം ആളുകൾക്കൊന്നും അല്ലാത്തവർക്കൊക്കെ അല്ലാഹു തആല വലിയ മഗ്ഫിറത്ത് നൽകുന്ന രാത്രിയാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സുവിദിതമായ മറ്റു പല ഹദീസുകളുമുണ്ട്. അല്ലാഹു തആല ഈ രാത്രി വളരെയേറെ അനുഗ്രഹങ്ങൾ ചൊരിയും. മാത്രമല്ല, ഇന്ന് മാപ്പപേക്ഷിക്കുന്നവർക്ക് ഞാൻ പ്രത്യേകം മാപ്പ് കൊടുക്കും. അലാമിൽ മുസ്തർസിക്കിൻ ഫഅർസുഖ ലഹു, ഭക്ഷണം ചോദിക്കുന്നവർക്ക് ഹലാലായ റിസ്ഖും വഴികളും ഞാൻ എളുപ്പമാക്കി കൊടുക്കും. അലാമിൻ മുബ്തലൻ ഫഉആഫിയഹു, രോഗികൾ എന്നോട് ദുആ ചെയ്താൽ അവർക്ക് ഞാൻ വലിയ ആശ്വാസം നൽകും എന്ന് സുബൈവരെ അല്ലാഹു തആല മലായിക്കത്തിനെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചുകൊണ്ട് പ്രത്യേകം അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഈ രാവ് എന്ന് സ്വഹീഹായ ഹദീസുകളിൽ കാണാം. ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു തആല അൻഹു വളരെ സവിശേഷമായ രാവാണ് ഷഅബാൻ 15-ാം രാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാനത്ത് താബിഊന മിൻ അഹ്ലി ശാമി ഖാലിദ് ബിൻ മഅദാന വമക്ഹൂൽ വലുഖ്മാൻ ബിൻ ആമിർ വഗൈരിഹിം യുഅല്ലിമൂനഹാ വയജ്തഹിദൂന ഫിഹാ ഫിൽ ഇബാദത്തി വഅൻഹും അഖദ അന്നാസു ഫളലഹാ വതഅലീമഹാ. ഈ രാത്രിയിൽ താബിഈങ്ങളിൽ നിന്നുള്ള വലിയ ഒരു പക്ഷം പണ്ഡിതന്മാർ പ്രത്യേകം ഇബാദത്തുകളും ദുആകളും സ്വലാത്ത് ദിക്റുകളും ചെയ്യുകയും ഈ രാത്രി അവർ വളരെയേറെ ബഹുമാനാദരവോടെ കാണുകയും ചെയ്തിരുന്നു. ആ ഉന്നത പണ്ഡിതന്മാരെ തൊട്ട് പിൻഗാമികളായ മുസ്ലിങ്ങളും ഇതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും കൈമാറിപ്പോന്നു എന്നർത്ഥം. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു റജബിൽ ഹംബലി തങ്ങൾ ലത്വാഇഫുൽ മആരിഫ് പേജ് 161. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു തൻ്റെ അൽ ഉമ്മ് 1-204 ഖദ് ബലഗന അന്ന ദുആ യുസ്തജാബു ഫീ 5 ലയാൽ, 5 രാത്രികളിൽ പ്രത്യേകം ദുആക്ക് ഉത്തരമുണ്ടെന്ന് എനിക്ക് വളരെ വ്യക്തമായി എത്തിയിരിക്കുന്നു, ഹദീസിലൂടെ എനിക്ക് അറിഞ്ഞിരിക്കുന്നു എന്നാണല്ലോ ബലഗന എന്ന് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞാൽ അർത്ഥം. എന്നിട്ട് പറഞ്ഞു, വനിസ്ഫി ഷഅബാൻ, ഷഅബാന്റെ 15-ാം രാവ് അതിൽപ്പെട്ട ഒരു രാത്രിയാണ്. സാക്ഷാൽ ഇബ്നു തീമിയ പോലും ഇതിന്റെ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇബ്നു തീമിയ പറഞ്ഞത്? നോക്കൂ നിങ്ങൾ. അദ്ദേഹം തൻ്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥം 336 പേജിൽ ഫഖദ് റുവിയ ഫി ഫളിഹ മിനൽ അഹാദീസിൽ മർഫൂഅത്തി വൽ ആസാരി, ബഹുമാനപ്പെട്ട സ്വഹാബാക്കളുടെ വാക്കുകളും മർഫൂഅയ ഹദീസുകളിൽ നിന്നു തന്നെ മാ യഖ്ലി അന്നഹാ ലൈലത്തുൻ മുഫല്ലല, അതിശ്രേഷ്ഠകരമായ രാത്രിയാണ് ഷഅബാൻ 15-ാം രാവ് എന്ന് വളരെ വ്യക്തമായി ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഇബ്നു തീമിയന്റെ വാക്കാണ്.
മർഫൂആയ ഹദീസ് എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകളിലൂടെയും സ്വഹാബാക്കളുടെ വാക്കുകളിലൂടെയും ഷഹബാൻ 15-ാം രാവ് അതിവിശിഷ്ട രാവാണ് എന്ന് റിവായത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു. ലാകിനില്ലദീ അലൈഹി കസീറുൻ മിൻ അഹ്ലിൽ ഇൽമി വ അക്സറുഹും മിൻ അസ്ഹാബിനാ വഗൈരിഹിം അലാ തഫ്ളീലിഹാ. വളരെയേറെ പണ്ഡിതന്മാർ ഈ സവിശേഷമായ രാത്രിക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്നു തന്നെ പറഞ്ഞവരാണ്. ഇമാം അഹ്മദ് റളിയല്ലാഹു തആല വ്യക്തമായ ആ കാര്യം പറഞ്ഞിട്ടുമുണ്ട്. ലിതഅദ്ദുദിൽ അഹാദീസിൽ വാരിദത്തി ഫിഹാ, ഇവയിൽ അനേകം ഹദീസുകൾ വന്നതിന് വേണ്ടി. വമാ യുസദ്ദിഖു ദാലിക മിൻ ആസാരി സലഫിയ, സലഫു സ്വാലിഹീങ്ങളായ സ്വഹാബാക്കളിൽ നിന്നും താബീകളിൽ നിന്നും ഈ രാത്രിയുടെ മഹത്വം വിളിച്ചറിയിക്കുന്ന ഒരുപാട് രേഖകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വഖദുറുവിയ ബഅദു ഫളായിലിഹാ ഫിൽ മസാനീദി വസുനനി, ഹദീസിന്റെ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളിൽ ഇതിന്റെ ശ്രേഷ്ഠത വളരെയേറെ വിവരിച്ചിട്ടുണ്ട്. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം 336-ാമത്തെ പേജ്. അതുപോലെ തന്നെ ഇബ്നു തൈമിയ്യയുടെ മജ്മുഅത്തുൽ ഫതാവ 23-ാം വാള്യം 132-ാമത്തെ പേജിൽ ഫഖദുറുവിയ ഫീ ഫളലിഹാ അഹാദീസു വ ആസാറു എന്ന് പറഞ്ഞിട്ട് വളരെ വ്യക്തമായി ഈ രാത്രി പുണ്യമാണ് എന്ന് സ്വഹീഹായി വന്നിട്ടുണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. റൂഹുൽ ബയാൻ 8401 വഖദ് വറദത്ത് അഹാദീസു ദാല്ലത്തുൻ അലാ ഫളീലത്തി ശഹരി റമളാന വ അശ്രി ദിൽഹിജ്ജ വ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ഷഅബാൻ 15-ാം രാവ് വളരെ ശ്രേഷ്ഠമാണ് എന്നതിന് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഗ്നിയിലും നിഹായയിലും ഷെർവാനി 351-ലും വയസ്തഹബു ദുആഉ ലൈലത്തുൻ നിസ്ഫി ശഅബാൻ, ഷഅബാന്റെ 15-ാം രാവിന് പ്രത്യേകം ദുആ ഇരക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ തങ്ങൾ വളരെ വ്യക്തമായി തൻ്റെ ഫതാബൽ കുബറ എന്ന അതിവിശിഷ്ടമായ കിതാബ് 2-ാം വാള്യം 80-ാമത്തെ പേജിൽ തീർച്ചയായിട്ടും വൽഹാസിലു അന്ന ലിഹാദിഹിൽ ലൈലത്തി ഫളലൻ, ഈ രാത്രിക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്. വഅന്നഹു യഖഉ ഫിഹാ മഗ്ഫിറത്തുൻ മഖ്സൂസത്തുൻ വസ്തിജാബത്തുൻ മഖ്സൂസ, പ്രത്യേക പാപമോചനവും പ്രത്യേക ദുആകൾക്ക് ഉത്തരവും ഈ രാത്രി സംഭവിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഫതാബൽ കുബറ 2-ാം വാള്യം 80-ാം പേജ്. ഇതുപോലെ അനേകം പണ്ഡിത മഹത്തുക്കൾ ഈ രാത്രിയുടെ മഹത്വം വളരെയേറെ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇമാമുർ റാസി സൂറത്തു ദുഖാന്റെ തുടക്കത്തിൽ വലാ യബൂദു അൻ യഖുസ്സല്ലാഹു തആല ബഅദൽ ഔഖാതി ബി മസീദി തശ്രീഫിൻ, ചില സമയങ്ങളെ അല്ലാഹു തആല വലിയ ശ്രേഷ്ഠത നൽകുക എന്നുള്ളത് ഒരിക്കലും ബഈദല്ല, അത് സംഭവ്യമാണ്, സംഭവിച്ചതാണ്. ഹത്താ യസീറ ദാലിക ദാഇയൻ ലിൽ മുകല്ലഫിന ലിഖ്ദാമി ഇലാ ത്വആതി ഫീ ദാലികൽ വഖ്തി, ആ സമയത്തിൽ ജനങ്ങൾ വളരെയേറെ സൽക്കർമ്മ നിരതരാകാൻ വേണ്ടിയാണ് അല്ലാഹു തആല ചില സമയങ്ങൾക്ക് പ്രത്യേകത നൽകുന്നത് എന്ന് ഇമാം റാസി ദുഖാൻ സൂറത്തിന്റെ തുടക്കത്തിൽ 27-ാം വാള്യത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷെർവാനി 3-ാം വാള്യം 462-ലൊക്കെ സുമ്മ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഷഅബാന്റെ രാത്രി, ഷഅബാൻ 15-ന്റെ രാവ് വളരെയേറെ ദുആകൾക്ക് ഉത്തരം കിട്ടുന്ന സവിശേഷമായ രാവാണ് എന്ന് പറഞ്ഞത്. ചുരുക്കത്തിൽ മുസ്ലിം ലോകത്ത് ഒരാൾക്കും ഈ രാത്രിയിൽ പ്രത്യേകമായ ശ്രേഷ്ഠതയുണ്ട് എന്നതിൽ സംശയമേ ഇല്ല. ഒരു വർഷത്തിൽ അല്ലാഹു തആല പല സമയങ്ങൾക്കും പല രാത്രികൾക്കും വ്യത്യസ്ത സ്ഥാനങ്ങൾ കൊടുത്തപ്പോൾ അതിൽപ്പെട്ട അതിവിശിഷ്ടമായ ഒരു രാവാണ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഷഅബാനിൻ്റെ പാതിര 15-ാം രാവ് എന്നുള്ളത് തർക്കമേ ഇല്ല. എല്ലാ മദ്ഹബിൻ്റെ ഇമാമിങ്ങളും മഹത്തുക്കളും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ രാത്രിയുടെ മഹത്വം ഹദീസുകളെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ന് വ്യക്തമായി തന്നെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിലും അതുപോലെ തന്നെ മജ്മുഅത്തുൽ ഫതാവായിലും സാക്ഷാൽ ഇബ്നു തൈമിയ്യ പോലും പറഞ്ഞിട്ടുണ്ട്. മുസ്നദു അഹ്മദ് ബഹുമാനപ്പെട്ട അഹ്മദ് റളിയല്ലാഹു തആല അൻഹു ഈ രാത്രിയുടെ മഹത്വം വിവരിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് പ്രത്യേക ഇബാദത്തുകളും നിസ്കാരങ്ങളും അതിലാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഈ രാത്രിക്ക് മഹത്വമുണ്ട്, ദുആക്ക് പ്രത്യേകം ഉത്തരമുണ്ട്, ത്വാഅത്തുകൾ ചെയ്യാൻ വളരെ സവിശേഷമായ രാവാണിത് എന്നതിൽ ലോക മുസ്ലിം ഇമാമുകളിൽ അഭിപ്രായം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു അലം ബിസ്സവാബ്. അസ്സലാമു അലൈക്കും.